ഗൈസ്, ഇതാണ് നമ്മുടെ പറമ്പ്. ഇവിടെ കുറേ വാഴയുണ്ട്. മെയിനായിട്ട് ഇവിടെ വാഴയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇവിടെ പണ്ട് മുതലേ ഉള്ള കോഫി പ്ലാന്റാണിത്. ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ആ മൂലയ്ക്കും ഈ മൂലയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് ഞങ്ങളധികം ഉപയോഗിക്കാറില്ല, ഇങ്ങനെ നേരെ ഇവിടെ ആർക്കില്ല. പക്ഷെ ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു ചെടിയാണ്. അതങ്ങനെ മുറിച്ചൊന്നും കളയാറില്ല. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എല്ലാ വർഷവും പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇത് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അതിൻ്റെ മണ്ടയ്ക്കൂടെ പുല്ല് വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ആ കാണുന്നത് ഞങ്ങളുടെ തോടാണ്. കുറേ ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് തോട് കാണാൻ പറ്റും. കണ്ടോ, ഇതിൽ നിറയെ പുളിയുണ്ട്. ആ തൂങ്ങി കിടക്കുന്ന സാധനമാണ് പുളി. ഇത് നമ്മുടെ വാളൻ പുളി എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഇവിടെയുള്ളത് ജാതിക്ക ഈസ് അനദർ തിങ് ഇവിടെ ഒരുപാടുള്ളത്. ഇവിടെ ഒരുപാടുള്ള വേറൊരു സാധനമാണ് ജാതിക്ക. ഇവിടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്കും ഉണ്ടാകും. ഇനി ഇവിടെ ഒരു പേരയ്ക്ക ഉണ്ട്, അതിലിപ്പോൾ കായൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച നക്ഷത്രപ്പുളി ഉണ്ട് ഇവിടെ, കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ചാമ്പയ്ക്കയുടെ മരമുണ്ട്. കാണുന്നതാണ് ചാമ്പയ്ക്ക. അതിൽ കായുണ്ട്, ഞങ്ങൾ തിന്നു. ഇത്രയാണ് ഇതുള്ളത്. പിന്നെ അമ്മയുടെ മുരിങ്ങയുടെ കമ്പ് അതൊക്കെ ഉണ്ട് ഇവിടെ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പോവാം. ഈ ജാതിക്ക എന്ന് പറയുന്ന സാധനത്തിന് ഒരുപാട് യൂസ് ഉണ്ട്. നമുക്കത് അച്ചാറിടാം. പിന്നെ അത് വയറുവേദന അങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം. ഇതിനൊരു കറയുണ്ട്, കണ്ടോ? ഇത് കയ്യിലായി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ജാതിപത്രി എന്ന് പറയുന്ന സാധനം, കുരുവിൻ്റെ തോല്, അത് ജാതിപത്രി. അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. നമുക്ക് അത്യാവശ്യം കാശ് കിട്ടും ഇവിടുത്തെ. ഇത് ഇവിടെ ഉള്ളതാണ്. നല്ല മണം. ഇത് വെറുതെ ചവച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴുകിയിട്ടൊന്നുമില്ല. നല്ല പുളി. ഇത് വയറിനൊക്കെ നല്ലതാണ്. സോ ഇതിട്ട് വെള്ളം തിളപ്പിച്ചു. ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട്, അതിനൊരു റെഡ് തോലുണ്ട്. അതിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. സോ ഞങ്ങളങ്ങനെ പറിക്കാറൊന്നുമില്ല. പണ്ടൊക്കെ പറിക്കുമായിരുന്നു. പിന്നെ ഇവിടെ കണ്ടോ പുളി വീണ് കിടക്കുന്നത്. പുളി വീണ് കിടക്കുന്നുണ്ട്. ഇത് പക്ഷേ പച്ചപ്പുളി ഞാൻ തോന്നുന്നു, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ഞങ്ങൾ ടൈം കിട്ടുമ്പോൾ അത് ഉണങ്ങിയ പുളി വീഴാൻ തുടങ്ങുമ്പോൾ ഞങ്ങളതെടുത്ത് ഉണക്കി ഒക്കെ വെക്കും. തോലൊക്കെ മാറ്റി ഇച്ചിരി കാലം വെയിലത്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എടുത്ത് വെക്കും. പിന്നെ ഇവിടെ കവുങ്ങാണ് പിന്നെ ഞങ്ങളുടെ പറമ്പിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവിടെ ഒരു കൊടംപുളി ഉണ്ട്. പിന്നെയും കുറേ ജാതി. ഇവിടെ ഒരു ജാതിയുടെ തൈ നിൽക്കുന്നുണ്ട്. പിന്നെ കണ്ടോ അടക്കയൊക്കെ വീണ് കിടക്കുന്നു, അടക്ക. പിന്നെ ഇവിടെ കുറേ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ഐലൻഡിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ചുറ്റുപാടും വെള്ളമാണ്. ഇവിടെയും എന്തുണ്ട്, വെള്ളമുണ്ട്. ഇവിടെ ഞങ്ങളുടെ തോടുണ്ട്. ഇതിൽ ഇറങ്ങിപ്പോകാൻ പറ്റും. പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. അതിലിങ്ങനെ നടക്കാനൊക്കെ നല്ല സുഖമാണ്. ചേര ഉണ്ടാവും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്യുവർ വാട്ടറാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഡാമുള്ളതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു
കുഞ്ഞൊരു ഡാമുണ്ട്, ചീപ്പ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡാം. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല വെള്ളം, അതുകൊണ്ട് നല്ല വെള്ളമാണ്. പിന്നെ ഞങ്ങളുടെ അപ്പുറ വശത്ത് പുഴയാണുള്ളത്, വീടിൻ്റെ ബാക്കിൽ തോടാണുള്ളത്. സോ എല്ലാ സൈഡിലും വെള്ളമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കണം മഴക്കാലമാകുമ്പോൾ. പിന്നെ പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു കുരുമുളകിൻ്റെ വള്ളി നിൽക്കുന്നുണ്ട്. കുരുമുളക് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. സോ അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ ഇവിടെയുള്ള ഒരു കുരുമുളകിൻ്റെ വള്ളിയാണ്. അതിൻ്റെ ഇപ്പുറത്തും ഒരെണ്ണമുണ്ട്. ഇതിലൊക്കെ കായുണ്ട്, ഞങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഇത് രണ്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുരുമുളകിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതിൽ നിന്ന് ഞങ്ങളെടുത്ത് കൂരിയൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ പൊടിച്ചിട്ട് ഉപയോഗിക്കും. പിന്നെ അവിടെയും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ആ സൈഡിലുള്ള പറമ്പിലും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. വേറെ സ്പെഷ്യലായിട്ട് പറയാൻ വേറൊന്നും അവിടെ ഇല്ല. അവിടെയും കവുങ്ങ്, തെങ്ങ്, വാഴ ഒക്കെയാണ് ഉള്ളത്. പിന്നെ റബ്ബറുണ്ട് അവിടെ. അത് ഇവിടെ വേറൊരു ഞങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്താണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും റബ്ബർ കൃഷിയുള്ളത് ഒരു ഞങ്ങളുടെ സമ്പത്താണ്, ഞങ്ങളുടെ സമ്പത്ത്. ഞങ്ങൾക്ക് റബ്ബർ കൃഷി അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ അല്ലാതെ അപ്പുറത്ത് വേറെ പറമ്പുണ്ട്, അവിടെ ഞങ്ങൾക്ക് റബ്ബറിൻ്റെ കൃഷിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് റബ്ബർ വെച്ചിട്ടുള്ളത്. എന്താണ്ട് ഈ വര ഇട്ടേക്കുന്നതാണ് റബ്ബർ. ഇത് കവുങ്ങ്, ഈ വര ഇട്ടിരിക്കുന്നതാണ് റബ്ബർ. ആ ഇടയിൽ കൂടെയാണ് വെച്ചിട്ടുള്ളത്. ചില സമയത്ത് ഇവിടെ ഞങ്ങൾ തേനീച്ചക്കൂട് വയ്ക്കും. തേനെടുക്കാൻ വേണ്ടിയിട്ട് ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഒരുപാട് തേൻ കിട്ടും. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ തേനീച്ചക്കൂട് വെച്ചിട്ട് തേനെടുക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. വേറെ പച്ചക്കറിയായിട്ട് അങ്ങനെ ഞങ്ങൾ അധികമൊന്നും കൃഷി ചെയ്യാറില്ല. ഇതൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് കുറച്ച് ഒരു അടുക്കളത്തോട്ടം ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ ഞങ്ങൾ അടുക്കള പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക്, തക്കാളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മുളക്, തക്കാളിയൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ഒരു മഞ്ഞപ്പൂ ഇവിടെ ഉണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് ഉണ്ടങ്ങ, ഇനി മഞ്ഞപ്പൂവ് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതൊക്കെ കവുങ്ങ. ഞങ്ങൾ വ്യാവസായികപരമായി ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതലും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ താഴേക്ക് കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കളഞ്ഞു. പിന്നെ ഇടവിട്ട് ഇഞ്ചി, മഞ്ഞൾ, ആ വക സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞളാണ്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ വെച്ചെടുക്കും. പിന്നെ കുറച്ച് കിഴങ്ങ് അവിടെ ഇരുന്ന് അങ്ങനെ തന്നെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിൽ ഉള്ളത്. പത്രമുള്ളൂ. ടാറ്റ, ബൈ ബൈ.